ഹായ് എവരിവൺ. 4 ദിവസത്തെ ക്രൊയേഷ്യ സന്ദർശനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പറക്കാനായി സ്പ്ലിറ്റ് എയർപോർട്ടിൽ രാവിലെ തന്നെ എത്തി. ഒരു വശത്ത് മലയും മറുവശത്ത് കടലും ഇതിനിടയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖ പട്ടണത്തിലെ ഈ എയർപോർട്ട് പ്രകൃതി സൗന്ദര്യം ഒട്ടും ചോർന്നു പോകാതെ പ്രകൃതിയോട് വളരെ ഇണങ്ങിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വിമാനം എതിർക്കാറ്റിനെ തരിപ്പിച്ച് ആകാശത്തേക്ക് ഉയർന്നു തുടങ്ങുമ്പോൾ പായുന്ന മേഘങ്ങൾ മാത്രമല്ല, താഴെ നീണ്ടുകിടക്കുന്ന ആഡ്രിയാറ്റിക് സീ ഒരു നീല പരവതാനി പോലെ തെളിയുന്നത് കാണാം. അതിൽ ആയിരക്കണക്കിന് ദ്വീപുകളുടെ ചിത്രങ്ങൾ കോറിയിട്ടിരിക്കുന്നു. ഈ ദ്വീപുകളൊക്കെ ടൂറിസത്തിനും പ്രകൃതി രമണീയതയ്ക്കും പേരുകേട്ടവയാണ്. വിമാനം ക്രൊയേഷ്യൻ തീരപ്രദേശങ്ങളെ പിന്നിലാക്കുമ്പോൾ പെട്ടെന്ന് മാറ്റം അനുഭവപ്പെടുന്നു. സ്ലൊവേനിയയുടെയും ഓസ്ട്രിയയുടെയും പച്ച നിറങ്ങളിലേക്കാണ് കാഴ്ച മാറുന്നത്. വനങ്ങൾ, നീളുന്ന താഴ്വരകൾ, വെള്ളച്ചാട്ടങ്ങൾ, ഇടയ്ക്കിടെ കാടിനിടയിൽ തിളങ്ങുന്ന തടാകങ്ങൾ. ബാസലിനടുത്തേക്കെത്തുമ്പോഴേക്കും പ്രകൃതിയുടെ വേഷം വീണ്ടും മാറുന്നു. വെയിലിൽ തിളങ്ങുന്ന സ്വിസ് ആൽപ്സിലെ മഞ്ഞുമൂടിയ വെൺമലകൾ, അവയ്ക്ക് ചുറ്റും തത്തിക്കളിക്കുന്ന വെള്ളിമേഘങ്ങൾ, ഇവയ്ക്കിടയിൽ നിഴലായി കിടക്കുന്ന ചെറുതളിർ തടാകങ്ങൾ, ഇവയെല്ലാം മൗനം പാലിക്കുന്ന ഒരു സംഗീതം പോലെ തോന്നും. ബാസലിന് അടുത്തെത്തുമ്പോൾ നഗരവും പച്ചപ്പുള്ള വയലേലകളും അതിലൂടെ വളഞ്ഞു തിരിഞ്ഞൊഴുകുന്ന റൈൻ നദിയും കാണാം. സ്പ്ലിറ്റ് മുതൽ ബാസൽ വരെയുള്ള ആകാശയാത്രയിൽ ചില്ലുജാലകത്തിലൂടെ നോക്കിയാൽ രണ്ട് വിപരീത ഭൂപ്രകൃതികൾ തമ്മിലുള്ള ചേക്കേറലാണ്. കടൽപ്പുറത്തു നിന്ന് മഞ്ഞുമലകളിലേക്കുള്ള യാത്ര ആകാശം എഴുതിയ ഒരു കവിത പോലെ, അല്ലെങ്കിൽ പ്രകൃതിയും സംസ്കാരവും ചേർന്നെഴുതിയ ഒരു ലാൻഡ്സ്കേപ്പ് കഥ പോലെ.